ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത സമസ്ത കേരള ജമിയത്തുൽ കേന്ദ്ര മുഷാവർ അംഗം ബഹുമാനപ്പെട്ട മിത്തബൈൽ ജബ്ബാർ ഉസ്താദ് അവറുകളെ, മറ്റ് നമ്മുടെ വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന നാസർ ഫൈലി കൂടത്തായി, കോണമ്പള്ളി ഫൈലി, മറ്റ് ഇവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരെ, സയ്യിദന്മാരെ, നേതാക്കന്മാരെ, മത രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ അഭിസംബോധനം ചെയ്യാത്തത് സമയത്തിൻ്റെ ദൈർഘ്യം പേടിച്ചതുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന വിശിഷ്ട അതിഥികൾക്ക് ഇവിടെ പ്രസംഗിച്ച് അടുത്ത ട്രെയിന് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളത് കൊണ്ടും ഈ പരിപാടി കൃത്യം 5:15 അവസാനിപ്പിക്കാൻ നിർബന്ധമായതുകൊണ്ടുമാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വലിയ പ്രചരണം ഒന്നുമില്ലാതെ ഈ ആയിരക്കണക്കായ ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇവിടെയുള്ള ഭരണകർത്താക്കന്മാർ വളരെയധികം ഗൗരവത്തോടെ കാണണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട പാണക്കാട് ശ്രീ ഹൈദരലി ശിഹാബ് തങ്ങളുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദിന്റെയും അതിന്റെ കാര്യദർശി ബഹുമാനപ്പെട്ട ചെർശൂർ ഉസ്താദിന്റെയും പിന്നിൽ അണിനിരക്കുന്ന പ്രവർത്തകന്മാരാണ്. ഈ പ്രവർത്തകന്മാർ ചത്ത കുതിരയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പോകരുത്. ഇത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. ഇതിനെ വിളിച്ചുണർത്തിയാൽ എത്ര വലിയ പ്രത്യാഘാതം സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദപ്പെട്ട ഇവിടുത്തെ ഭരണകർത്താക്കന്മാരായിരിക്കുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വഖഫ് ബോർഡും മറ്റൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കുവാനും അതിന്റെ നിലനിൽപ്പിനുമാണ് ന്യൂനപക്ഷ സമുദായത്തിന് ഇവിടെ വഖഫ് ബോർഡ് അതിന്റെ സംരക്ഷണം കൊടുത്തിട്ടുള്ളതെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിനെയും സുന്നത്ത് ജമാഅത്തിനെയും നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വഖഫ് ബോർഡാണ് ദക്ഷിണ കർണാടകയിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ വഖഫ് ബോർഡിനെയും അത് ഭരിക്കുന്നവരെയും നിലക്ക് നിർത്തേണ്ട ബാധ്യത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്കറിയാം, അവിടെ ജുമ ശരിയാവുന്നുണ്ടോ, ശരിയാവൂലേ, ഹറാമാണോ ഹലാലാണോ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കിതാബോധി പഠിച്ച ഉത്തരവാദപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്കാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സമസ്തയുടെ വിധി, ഇസ്ലാമിന്റെ വിധി പറയേണ്ടത് ദീനറിയുന്ന പണ്ഡിതന്മാരാണ്. ദീനറിയുന്ന പണ്ഡിതന്മാരാരാണെന്ന് ഇവിടെ എല്ലാവരാലും, ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനമാവട്ടെ, വിദഗ്ധ പ്രസ്ഥാനമാവട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് മാറ്റി നിർത്തിയവർ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവരാവട്ടെ, അവരെല്ലാവരും ഒന്നടങ്കം സമ്മതിക്കുന്നത് ഉത്തരവാദപ്പെട്ട അള്ളാഹുവിന്റെ സ്ഥാനമുള്ള പണ്ഡിതന്മാർ സമസ്തയുടെ പണ്ഡിതന്മാരാണെന്ന് ഇവിടെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അത് ആരുതാണെന്ന് പറയേണ്ട ഉത്തരവാദിത്വം, അവിടെ ജുമ ശരിയാവുമോ ഇല്ലയോ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കാണ്, അല്ലാതെ വഖഫ് ബോർഡുകാർക്കല്ല. അവർക്ക് സ്വത്തിന്റെ അതിർത്തിയും സ്വത്തിന്റെ വരുമാനവും മറ്റൊക്കെ നോക്കി വേണ്ട പോലെ പ്രവർത്തിച്ചാൽ മതി. വിധി പറയേണ്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ 10 വർഷം മുമ്പ് തന്നെ മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദ് എന്ന പേരിൽ വഖഫ് ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞതിന്റെ മാന? നിസ്കരിക്കുന്ന പള്ളി എന്നാണോ? ജുമാ നിസ്കരിക്കുന്ന പള്ളി എന്നല്ലേ ജുമാ മസ്ജിദിന്റെ മാന? ആ രൂപത്തിലല്ലേ 10 വർഷം മുമ്പ് അവിടെ വഖഫ് ചെയ്യപ്പെട്ടത്? അതൊന്ന് ജുമ അവിടെ സാധു ആവില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അന്നേരത്തെ വഖഫ് ബോർഡ് മെമ്പർമാർ അതവിടെ അങ്ങനെ രൂപപ്പെടുത്തിയത്? എങ്കിൽ അവരുടെ പേരിലല്ലേ കേസെടുക്കേണ്ടത്? ഉത്തരവാദപ്പെട്ടവർ അതിനല്ലേ തയ്യാറാവേണ്ടത്? 10 വർഷം മുമ്പ് തന്നെ മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദ് എന്ന പേരിൽ ഉള്ളാളം ദർഗയുടെ സമീപത്തുള്ള പള്ളിയിൽ വഖഫ് ബോർഡിൽ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജുമ മാത്രമേ ഇവിടെ സാധുക്കളായിരിക്കുന്ന അവിടുത്തെ ഉത്തരവാദപ്പെട്ട നാട്ടിൽ താമസിക്കുന്ന മുസ്ലിങ്ങളായ നാട്ടുകാർ ചെയ്തിട്ടുള്ളൂ. വാസ്തവത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ദുനിയാവിന്റെ ആർഭാടത്തിൽ, ദുനിയാവിന്റെ പളപളപ്പിൽ കുടുങ്ങി ഇവിടെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ഇവിടെയുള്ള നിയമപാലകന്മാരെയോ അതല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട മറ്റുള്ള വഖഫ് ബോർഡ് പോലെയുള്ള സംഗതികളെയൊക്കെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വന്നാൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് വളരെയധികം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും ഇവിടെ പ്രവർത്തിക്കുന്നത് വളരെയധികം ശാന്തമായി മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ്. അവിടെ പള്ളി, വാസ്തവത്തിൽ അവിടെ പള്ളിയിൽ ജുമ ശരിയാവട്ടെ ശരിയാകാതിരിക്കട്ടെ, അതിന്റെ ജുമ നടക്കുന്നതിനിടയിൽ ആ പള്ളിനുള്ളിലേക്ക് കയറി വന്ന് അവിടെ നിസ്കരിക്കാൻ വേണ്ടി വന്ന പ്രവർത്തകന്മാരെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയും
അതുപോലെ തന്നെ നിയമപാലകന്മാരെ കൊണ്ട് അവിടെയുള്ള വിശ്വാസികളെ വളരെയധികം വിഷമിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദപ്പെട്ടവർ ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദ് അവർ പറഞ്ഞതുപോലെ ആരോഗ്യം കൈകാര്യം ചെയ്യേണ്ടുന്ന ഉത്തരവാദപ്പെട്ട വ്യക്തി ജനങ്ങൾക്ക് അനാരോഗ്യം ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ ആ മന്ത്രി സമുദായത്തിനോ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വോട്ട് കൊണ്ടല്ല ഇവിടെ വിജയിച്ചതെന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കുവാനും അതുപോലെ തന്നെ മതമൈത്രി നിലനിൽക്കുവാനും അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം നിലനിൽക്കുവാനും എത്ര ഉത്തരവാദപ്പെട്ടത് വാസ്തവത്തിൽ ഇവിടെയുള്ള ഭരണകർത്താക്കന്മാരാണ്. ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ പാർട്ടിയെ വാസ്തവത്തിൽ സമസ്തകളുടെ ജമ്മിത്തുലമയുടെ ഇവിടുത്തെ പ്രവർത്തകന്മാർ കഴിഞ്ഞുപോയ ഇലക്ഷനിൽ സഹായിച്ചതെന്ന് ഓർക്കണം. സമസ്തയുടെ വോട്ടും കൂടി വാങ്ങിയിട്ടാണ് വിജയിച്ചതെന്ന് ഓർക്കണം. സമസ്തക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ വരാൻ വേണ്ടി പോകുന്ന ലോകസഭ ഇലക്ഷനിൽ വളരെയധികം വലിയ പ്രത്യാഘാതം ഇവിടെ ഏൽക്കേണ്ടി വരും. നമ്മൾക്കറിയാം, മുമ്പ് ഇവിടെ സുന്നത്തെ സമസ്തക്കെതിരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മദ്രസയുടെ സമയം, സ്കൂളിലുള്ള സമയം 8 മണിയാക്കണമെന്ന് SM കൃഷ്ണ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന സമയത്ത് ഇവിടെ നിയമം കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ട ദക്ഷിണ കർണാടക മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് തന്നെ ബഹുമാനപ്പെട്ട ബനാത്ത് വാല സാഹിബിനെ കൊണ്ടുവരികയും ടൗൺ ഹാളിൽ വെച്ച് വലിയൊരു സമ്മേളനം സംഘടിപ്പിക്കുകയും എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ആ നിയമം മാറ്റിപ്പിച്ചതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന സമസ്തയുടെ പ്രത്യക്ഷൻ കേരള സംസ്ഥാനത്തുണ്ടെങ്കിൽ സമസ്തക്കെതിരിൽ ഏത് ശക്തി വന്നാലും ആ ശക്തിയെ തടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്തക്കാരുടെ ജമ്മിത്തിൽ നമുക്ക് സാധിക്കും ഞങ്ങൾക്ക് പണത്തിന്റെയോ അതല്ലെങ്കിൽ മറ്റൊന്നിന്റെയും ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സമസ്ത നിലനിൽക്കുന്നത് പൈസന്റെ മുകളിലല്ല, മറിച്ച് ഈ മാറുള്ള മുസ്ലിമുകളുടെ ഹൃദയത്തിലാണ്. അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കാൻ, സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കാൻ ഞങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ നഷ്ടപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയെ സംബന്ധിച്ച് എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നിലനിർത്തി മുന്നോട്ട് പോകുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാത്രമല്ല, ഹൈക്കോടതി ഇപ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം നമ്മുടെ വഖഫ് ബോർഡിന്റെ വിധിക്കെതിരെ സ്റ്റേ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ കുഴപ്പമുണ്ടാകുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ആരാണ് കുഴപ്പക്കാർ? കുഴപ്പമുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ഖജനാവിന് ചെലവഴിച്ച് ഇവിടെ നിയമപാലകന്മാരുണ്ട്. അത് നിയമപാലകന്മാർ നോക്കിക്കൊള്ളുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.